അല്ലേ? നീ ആരാ? നിങ്ങൾ രണ്ടുപേരും രണ്ട് കണ്ടസ്റ്റൻസ് ആണ്. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനതൊരു വീഡിയോ കണ്ടായിരുന്നു കേട്ടോ. FB ഇങ്ങനെ ചുമ്മാ റീൽസ് ഒക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ആദിലയുടെ ഒരു പ്രശ്നം. ആദില സാബുമാൻ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. സോഫ സെറ്റിയിൽ നമ്മുടെ നൂറ കിടപ്പുണ്ട്. നൂറ എന്തോ വിഷമമൊക്കെ പിടിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ തൊട്ടടുത്ത് വന്നിട്ട് നമ്മുടെ അനീഷ് സ്വാഭാവികമായിട്ടും അനീഷിന് ഇഷ്ടമുള്ള ആൾക്കാരുടെ അടുത്ത് പോയി സംസാരിക്കാറുണ്ട്. അത് പുള്ളിയുടെ ഗെയിമാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. പുള്ളിക്കാരൻ അവിടെ ചെന്നിട്ട് നൂറയോട് പറയുന്നു, നൂറ എണീക്ക്, എന്താണ് വിഷയം? അപ്പോൾ ആദില അതിനകത്ത് കയറി ഇടപെട്ടിട്ട് അവളെ വിളിക്കണ്ട, എന്താണ് നിങ്ങൾ എന്തിനാണ് വിളിക്കുന്നത്, അവളോട് കിടന്നോട്ടെ, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ അനീഷ് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ രണ്ടുപേരും രണ്ട് കണ്ടസ്റ്റന്റ് അല്ലേ? അല്ലേ? നീ ആരാ? നിങ്ങൾ രണ്ടുപേരും രണ്ട് കണ്ടസ്റ്റൻസ് ആണ്. നിങ്ങൾ ഒരു ഹൃദയമായിക്കോട്ടെ, പക്ഷെ നിങ്ങൾ രണ്ടും രണ്ട് ശരീരമാണ്. അതുപോലെ തന്നെ രണ്ട് കണ്ടസ്റ്റൻസുമാണ്. രണ്ട് രീതിയിലുള്ള പെർഫോമൻസ്, രണ്ട് രീതിയിലുള്ള ഗെയിംസ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ആദിലെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ എന്നാ അറിയോ, ഈ ആദിലെ എന്തൊരു അവസരവാദിയാണ് ഞാൻ ഓർക്കുന്നത്. മീൻസ് പുള്ളിക്കാരനെ ചേട്ടാ മറ്റതാണ് അനീഷ് ചേട്ടൻ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു മൂഡ് ഓഫ് വരുന്ന സമയത്ത് അയാളെ എടുത്ത് കൊട്ടാൻ പറ്റുന്ന ഒരു ഉപകരണമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആദില പറയാണ് വെറും മണ്ടനാണ്. ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഒരാളെ എങ്ങനെ നശിപ്പിക്കാൻ പറ്റുന്നുള്ള രീതിയിലുള്ള ഡയലോഗാണ് അതൊക്കെ. മസ്താനി വെറുതെ അല്ല പറഞ്ഞത്, മറ്റേ ആൾ ഇതല്ല പറഞ്ഞത്, അനീഷ് ഇങ്ങനെ ആയതുകൊണ്ടല്ല അങ്ങനെയൊക്കെ ഉണ്ടായത്. മണ്ടൻ എന്ന് വിളിക്കുമ്പോഴത്തേക്ക് പുള്ളി വയ്ക്കുന്നത്. മണ്ടൻ എന്ന് പറയുന്നതിന്റെ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? അതിലേക്ക് പോയി ഡിക്ഷണറി നോക്ക്. മണ്ടൻ 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 എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വെറും മണ്ടികളാണ്. കാരണം നിങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടിയ ഒരു ഏറ്റവും വലിയ പരിഗണന അത് യൂസ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കാരണം ലക്ഷ്മി ആ രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയ സമയത്ത് നിങ്ങൾക്കുണ്ടായ ഒരു സപ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറമാണ്. പക്ഷെ അത് നിങ്ങൾ കൊണ്ട് കുളമാക്കി കളഞ്ഞു ആ BB ടാസ്കിലൂടെ. ഏത് നമ്മുടെ റിയാസ് സലീമിനെ കൂട്ടുപിടിച്ച് അതെല്ലാം നശിപ്പിച്ച് നാറാണക്കല്ല് പിടിപ്പിച്ച് വെച്ചേക്കാണ്. എന്തോ എവിക്ഷനിൽ പോകാതെ രണ്ടുപേരും സേഫായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ എന്ന് പറഞ്ഞ് ഒരുമാതിരി മറ്റേടത്ത് അഹങ്കാരം കാണിക്കില്ല. അനീഷ് എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അയാൾ ജെന്യുവിനാണ്. ഒരു മനുഷ്യന്റെ അടുത്തും ആവശ്യമില്ലാതെ പോയി സംസാരിക്കാറുമില്ല. എല്ലാവരോടും സ്നേഹം കാണിക്കുന്ന ഒരു വ്യക്തി. പുള്ളിക്കാരന് ഇഷ്ടമുള്ള രണ്ട് കുട്ടികൾ, അനിയത്തിമാര്, ആ ഒരു കൺസിഡറേഷൻ വെച്ചിട്ടാണ് പുള്ളി അവിടെ ചോദിച്ചത്. അല്ലാതെ അവക്കതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല. അത് നൂറ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ആദിലെ അത് സംസാരിക്കേണ്ട കാര്യമില്ല. അത് എന്ത് ഇമോഷനും ആയിക്കോട്ടെ, നമ്മൾ ഇഷ്ടം കാണിച്ചോ അല്ലെങ്കിൽ നമ്മൾ സൗഹൃദം കാണിച്ചോ നമ്മൾ ആ രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ടായിരിക്കണം.